റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 4303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ ഏത് കോട്ട, എവിടുത്തെ കോട്ട? അങ്ങനെ ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമാണ്. UDF കേരളത്തിൽ തൂത്ത് പറക്കിയിരിക്കുകയാണ്. എന്തായാലും കുറച്ച് നാൾ നമ്മുടെ പിണറായി വിജയൻ പോയി വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം പുള്ളിയുടെ ഭരണം ഈ പറയുന്ന കേരളത്തിലെ മിക്ക ആൾക്കാരും മടുത്ത്. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി കയറിയതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്, എന്തൊക്കെ ദുരിതങ്ങൾ ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ഈ എലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയം തൊട്ടേ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, അഖിൽ മാരാർ. അഖിൽ മാരാർ എന്തായി? അഖിൽ മാരാറിൻ്റെ റിസൾട്ട് പുറത്തു വന്നോ? എത്ര വോട്ടിൻ്റെ ലീഡുണ്ട്? അതോ അഖിൽ മാരാർ തോറ്റോ? എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത്. എന്നാൽ പുള്ളിക്കാരൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തോറ്റിരിക്കുകയാണ്. അഖിൽമാരെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പ്രചരണ സമയത്ത്. മൊട്ട അരുൺകുമാർ 10,000 വോട്ടുകൾക്ക് അഖിൽമാരാർ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുവാണ് എന്നാണ് അഖിൽമാരാർ പറഞ്ഞിരുന്നത്. എന്തായാലും മൊട്ട അരുൺ തന്നെ ആ ഒരു റിസൾട്ട് വായിച്ചിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാറിനെ പേഴ്സണലി അറിയാവുന്നതാണ്, ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. എന്നാൽ പോലും പക്ഷേ എനിക്ക് ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല. അഖിൽ മാരാർ മാത്രമേ ഉള്ളൂ. കാര്യം ഈ അടുത്ത കാലത്തെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഇതുപോലെ ട്രോള് വാങ്ങാൻ പോകുന്ന ഒരു വ്യക്തി കാണത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ചോദിച്ച് മേടിച്ചതാണ്. നിലപാടില്ലായ്മ, പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റി മാറ്റി പറയുന്നു. പിന്നെ ഈ അടുത്ത് കണ്ടില്ലേ ഗർഭിണികളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അത് ഭയങ്കര വിവാദമായ ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് വേണം, ആദ്യമേ BJP കുറ്റം പറഞ്ഞു, പിന്നെ അതിന് ശേഷം ആ പാർട്ടി നല്ലതാണെന്നും പറഞ്ഞു വരുന്നു, പിന്നെ 2020 പാർട്ടിയിലേക്ക് പോകുന്നു, പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ രമേശ് ചെന്നിത്തലയായിട്ട് കിടന്ന് കറങ്ങുന്നു, ഇപ്പം പിന്നെ ദാണ്ട ഇങ്ങനെയായി. ഉള്ള വില കംപ്ലീറ്റും പോയി. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഈ മനുഷ്യന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ആസ് എ ബിഗ് ബോസ് ഗെയിമർ പുള്ളി നല്ലൊരു ഗെയിമർ ആയിരുന്നു. നല്ല രീതിയിലുള്ള വോട്ടുകൾ കിട്ടിയിട്ടാണ് ആ ഒരു ഷോ വിജയിച്ചത്. എന്നാൽ പുറത്തിറങ്ങിയതിന് ശേഷം ഈ പുള്ളി ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ അങ്ങ് വെറുപ്പിച്ച് ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറി. പുള്ളി വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് പോലും ആൾക്കാർക്ക് അത് കോമഡി ആയിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. 4303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കത്തിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161 എവിടെ? തൃക്കാക്കരയിൽ ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾ. നല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിനാ നിങ്ങൾ പോയി നിൽക്കാൻ പോയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അഖിൽ മാരാർ വന്ന് ഭയങ്കര രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ജയിച്ചിരിക്കും, ഞാൻ അങ്ങ് മല മറിച്ചിരിക്കും, പിന്നെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എങ്ങാണ്ടാവുമെന്ന്. എൻ്റെ പൊന്ന് അഖിൽ മാരാറായി ഞാൻ നിങ്ങളത് പറയുക, ഒരിക്കലും നിങ്ങൾ ഈ ബിഗ് ബോസ് ആണ് എലക്ഷൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. എലക്ഷനും ബിഗ് ബോസും രണ്ടാണ്. ഇത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ തീരുമാനിക്കും ആർക്ക് വോട്ട് കൊടുക്കണം, ആർക്ക് വോട്ട് കൊടുത്താൽ എന്ത് പ്രയോജനം അവരുടെ ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകുമെന്ന് ആലോചിച്ചിട്ടായിരിക്കും അവർ വോട്ടുകൾ കൊടുക്കുന്നത്. അല്ലാതെ ബിഗ് ബോസ് ഷോ കണ്ടിട്ട് അവർക്ക് ആർക്ക് വോട്ട് ചെയ്യേണ്ട ഒരു ഗതികേടില്ല. അത് തന്നെയാണ് ഇതിനകത്ത് അഖിൽ മാരാർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. അതായത് ഈ സ്ഥാനാർത്ഥിയായിട്ട് ഇയാൾ ചെന്ന് നിന്നപ്പം തൊട്ട് ഈ പുള്ളിയുടെ അധപ്പതനമാണ്. പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കും. കുറച്ച് നാളുകൾക്ക് മുന്നേ, അതായത് പ്രചരണ സമയത്ത് അഖിൽ മാരാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു തരാം. അപ്പം ഈ അരുൺകുമാർ പറഞ്ഞതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആവും. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഏറെ സ്നേഹത്തോടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ എല്ലാ കാലത്തും എന്തായാലും ആഗ്രഹം അങ്ങ് നടന്ന് അരുൺകുമാർ തന്നെ ഈ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അരുൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് കൊടുത്തൊരു സാധനമാണ്. കാര്യം കാത്തിരുന്ന് കൊടുത്തതാണ്. കാര്യം നിങ്ങളുടെ ആലോചിക്കണം, ഞാനിത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് പുറത്ത് വന്ന സമയത്ത്
ഞാൻ ഈ അഖിൽ മാരാറിൻ്റെ റിസൾട്ടാണ് ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. കാര്യം ബാക്കിയുള്ള നിൽക്കുന്ന ആൾക്കാരൊക്കെ പൊട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. അഖിൽ മാരാറിൻ്റെയാണ് ഏറ്റവും കൂടുതൽ നോക്കിയത്. ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നൊരു പേര് ഇങ്ങനെയാണ്. എന്തായാലും സംതൃപ്തിയായല്ലോ എല്ലാവർക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ചോദിച്ച് മേടിച്ചത്. ഇത് തീർന്നിട്ടില്ല. ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ 2-3 ദിവസങ്ങളിൽ അഖിൽ മാരാർക്ക് കിട്ടാൻ പോകുന്ന ട്രോളായിരിക്കും നമ്പർ 1 ട്രോളുകൾ. ചേർത്ത് പിടിച്ചിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങൾ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ മെസ്സേജിനൊരു റിപ്ലൈ പോലും തന്നില്ലെങ്കിലും ആ നിമിഷം തന്നെ അതിനുള്ള പരിഹാരം കണ്ട്. സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുരേഷ് ഗോപി ഒരു കോമഡി പീസായിട്ട് മാറിയിരിക്കുവാണ് ജനങ്ങളുടെ മുന്നിൽ. അതിൻ്റെ ഇടയിൽ കൂടെ പ്രചരണത്തിന് സുരേഷ് ഗോപിയും കൊണ്ടുവന്ന് ഇപ്പം അതിലും വലിയ ഊക്കുകളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി 24-നകത്തെ ഹാഷ്മിയുടെ വക ഒരു ഊക്കുണ്ട്, അതും കൂടി കാണാം. ആകെ ഞാൻ ഉറപ്പ് ജയിക്കുന്ന ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. അഖിൽ മാരാർ ജയിക്കുന്ന ഉറപ്പിച്ചു പറയുന്നു. ഒറ്റ സ്ഥാനത്തേ ഉള്ളൂ. ഇന്നത്തെ കേരളത്തിൽ ബാക്കി എല്ലാവർക്കും നോക്കുന്നു. അഖിൽ മാരാർ പറയുന്നത് പുള്ളി ബിഗ് ബോസിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ലേ എന്ന്. മെയിൻ സ്ട്രീം ചാനലുകൾ വരെ ഈ മനുഷ്യനെ ട്രോളുവാന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലെ ഒരു വ്യക്തിയെ ഒരു മനുഷ്യരും കളിയാക്കിയിട്ടില്ല. ഇതിന് കാരണം ഈ പുള്ളി തന്നെയാണ്. ഇതിനകത്ത് ഇനിയിപ്പം ഒരിക്കലും സങ്കടപ്പെടേണ്ട വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അഖിൽ മാരാർ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു വളരെ എന്താ പറയണ്ട, നിങ്ങൾ വളരെ എല്ലാ കാര്യങ്ങളും ഭയങ്കര കൂളായിട്ട് എടുക്കുന്നൊരു വ്യക്തിയല്ലേ. അപ്പം ഇതും അങ്ങനെ കണ്ടാൽ മതി. നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടിയത്, അല്ലാതെ വേറെ ആരും അല്ല. പല സ്റ്റേറ്റ്മെന്റ്സുകൾ മാറ്റി പറയുക, നിലപാടുകൾ മാറ്റി പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ വന്നിരുന്ന് കാണിക്കുമ്പം ആലോചിക്കണമായിരുന്നു. പോരാത്തതിന് ഇപ്പം ഇന്ന് രാവിലെ പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട്, വൈഫുമായിട്ട് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ വോട്ടുകൾ എണ്ണി തകർക്കുക, ഞങ്ങളിവിടെ തകർക്കുവാണ്, ഹോസ്പിറ്റലിലാണെന്നൊക്കെ. ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അഖിൽ മാരാറിൻ്റെ ഒരു പൊടി പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നൊരു വെളുപ്പ രാവിലെ കണ്ട് ഇട്ടൊരു വീഡിയോ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇരുന്നിട്ടില്ല, ഇനിയും ഉണ്ട് വീഡിയോസ്. പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട? അതെ, അഖിൽ മാരാറിനെയൊക്കെ തട്ടി. ഏകദേശം 9,000 വോട്ടുകൾ അങ്ങോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അഖിൽ മാരാർക്ക്. ഏകദേശം 20,000-30,000 വോട്ടിൻ്റെ അങ്ങോട്ട് ലീഡുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക്. അറ്റ്ലീസ്റ്റ് ഒരു മണ്ഡലത്തിൽ ചെന്ന് മത്സരിക്കുന്ന സമയത്ത് ആ ഏരിയെങ്കിലും മനസ്സിലാക്കേണ്ടേ. ആ ഒരു ഏരിയെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ അവിടെയൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനായിട്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇലക്ഷനെ പറ്റി യാതൊരുവിധ ബോധമില്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഈ പ്രചരണ സമയങ്ങളിൽ കാട്ടിക്കൂട്ടിയ കുറേ പരിപാടികളുണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലുക, ഓടി നടന്ന് വോട്ടുകൾ പിടിക്കുക. അതൊക്കെ കാണുമ്പോഴേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാമെന്നല്ല ഉള്ളൂ. ഇതൊക്കെ വെറും കോമാളിത്തരമാണ്, ഇവനൊന്നും വോട്ട് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ജനങ്ങൾ ചിന്തിക്കത്തുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ ഈ വ്യക്തി തന്നെയാണ് ഈ എന്ത് പറയണ്ട, ഇയാളെ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറ്റി ഇറക്കിയത്. ഇയാൾ ഇനിയിപ്പോൾ എന്ത് വലിയൊരു സീരിയസ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അയാളെ ഒരു ട്രോളനായിട്ട് കൂട്ടത്തേ ഉള്ളൂ. എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. തൃക്കാക്കരയിൽ ഞാൻ വന്നത് എന്റെ രാഷ്ട്രീയ ആത്മഹത്യയല്ല, കോൺഗ്രസിന്റെ ആത്മഹത്യക്ക് തുല്യമായ നടപടിയാണെന്ന് മെയ് 4-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതി വെച്ചോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാഗർ പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു. അതേപോലെ തന്നെ സാഗറൊക്കെ ഇപ്പൊ എവിടെ സാഗറിനെയൊക്കെ അനാവശ്യമായിട്ട് വലിച്ചിട്ട്. എന്തായാലും കൊള്ളാം. ഈ അഖിൽ മാരാറിന് ഈ കിട്ടുന്ന ട്രോളുകൾ ഈ കുടുംബം മുഴുവനുമായിരിക്കും ഏറ്റുവാങ്ങാൻ പോകുന്നത്. കാര്യം ഇയാൾ അനാവശ്യമായിട്ടുള്ള കുറേ സ്വഭാവങ്ങളുണ്ട്. അതായത് പുള്ളിയുടെ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷമുള്ള എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങ് ഭയങ്കര അമിതമായി അങ്ങ് ഇപ്പോൾ സ്വന്തമായിട്ട് പുകഴ്ത്തുക, ഞാനെന്തോ വലിയ സംഭവമാണ്, എന്നെ വെച്ചേച്ച് ആരുമില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും ഇഷ്ടപ്പെടത്തില്ല. അഖിൽ മാരാറിന് ആൽപ്പൻ എന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിന്ന് നോക്കിയാൽ മതി. അതൊക്കെ സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പുള്ളി ആ ഒരു രീതിയിലുള്ള പൊങ്ങച്ച വർത്തമാനവും കാര്യങ്ങളും സംസാരവും ഒക്കെയാണ്. അതൊക്കെ ഈ പുള്ളിക്കാരനെ കുഴി ചെന്ന് ചാടിക്കത്തേ ഉള്ളൂ. ബിഗ് ബോസ് ജയിക്കുന്ന സമയത്ത് മാരാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ എന്നെ ഒരു അഹങ്കാരി ആക്കരുത് എന്ന്. പക്ഷേ ഇപ്പോൾ അഖിൽ മാരാറിൻ്റെ പ്രവൃത്തികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായിട്ടൊന്നും. തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട? എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്രിയപ്പെട്ട BJP-ക്കാരെ, പ്രിയപ്പെട്ട 2020-ക്കാരെ, പ്രിയപ്പെട്ട അത് പറഞ്ഞപ്പം തന്നെ മുണ്ട് തന്നെ കഴിഞ്ഞു. അത് തന്നെ ഏറ്റവും വലിയൊരു സൈനാണ്. അന്നത് മനസ്സിലായില്ലെങ്കിലും ഇന്നത് മനസ്സിലാവുന്നുണ്ട്. കുമ്പളങ്ങ നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, കുറച്ച് നാളത്തേക്കൊന്നും പുറത്തോട്ട് ഇറങ്ങേണ്ട സജി എന്നേ എനിക്ക് പറയാനുള്ളൂ. അഖിൽ മാരാർ കഴിവതും കുറച്ച് നാളത്തേക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ട, പ്രത്യേകിച്ച് കൊട്ടാരിക്കരയിലോട്ടൊന്നും. കാര്യം അമ്മാതിരി രീതിയിൽ നാട്ടുകാർ നാറ്റിക്കും. കൊട്ടാരിക്കര തന്നെ ഉള്ള കുറേ മീഡിയക്കാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അഖിൽ മാരാറിൻ്റെ കാര്യം എന്തായി എന്ന്.
എനിക്കൊപ്പം അണിനിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദിയും സ്നേഹവും എല്ലാം അറിയിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ മുതൽ ആരംഭിക്കുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. മെയ് 4-ന് ശേഷം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് മോദിജിയോട് പറയാം, പിടിച്ചോ മോദിജി, ഇതാ ഞങ്ങളുടെ തൃക്കാക്കരായിരുന്നു. അപ്പോ മാതാ കീ ജയ്. എന്നാലും മോദിജിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞേരെ, അണ്ണാ ഞങ്ങൾ തോറ്റിട്ടുണ്ട്, ഇവിടെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇവിടെ നിന്ന് അങ്ങ് നാട് കിടത്താൻ, അതും കൂടി വിളിച്ച് പറഞ്ഞേരെ. ഇന്നലെ ഒരു വീഡിയോ കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയാകുമെന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാരും അടിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് പുള്ളി ഒന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചിരിക്കാതെ ഏത് മനുഷ്യന് ഈ വീഡിയോ കാണാൻ പറ്റും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പുള്ളി പണ്ടും കോട്ടാത്തലയിൽ മത്സരിച്ചിട്ടുണ്ട്. അന്നും ഇതുപോലെ നല്ല രീതിയിൽ തോറ്റിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വോട്ടോ കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി കണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് അന്നേ ഈ ഒരു സാധനമൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെയും ബിഗ് ബോസിൽ കയറി കുറച്ച് ഫെയിം കിട്ടിയെന്ന് വെച്ചിട്ട് പിന്നെ പാർട്ടിയിലോട്ട് ചാടി ഇറങ്ങുമെന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ഈ ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാക്സിമം പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പിന്നെ വിടുക. കാര്യം നിങ്ങൾ പിന്നെ വേറെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ ഇലക്ഷൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്കൊന്നും പറയാനില്ല. ചില ട്രോളുകളൊക്കെ വന്നിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. അതൊക്കെ അതെൻ്റെ അടുത്തൊരു ഇന്റർവ്യൂവിൽ ഒരാൾ തമാശ രൂപേണല്ലോ ഇപ്പം നമ്മളോട് ഇങ്ങനെ ചില എന്താ പറയുക ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അപ്പം ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണം, ഏതൊരു വകുപ്പ് കിട്ടിയാൽ താങ്കൾ സ്വീകരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ്. അതായത് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വകുപ്പ് എന്ന അർത്ഥത്തിലാണ് അതിനെ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഷോ കാണിക്കാന്നുള്ളൊരു വകുപ്പ് ആഭ്യന്തരമോ മറ്റു വകുപ്പുകളാകുമ്പം ഈ വകുപ്പും കാര്യങ്ങളൊക്കെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. കാര്യം ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ മാരാറിന്റെ വിഷയം ഇവിടെ നിൽക്കട്ടെ. എനിക്കിവിടെ പ്രധാനമായിട്ട് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ചാണ്ടി ഉമ്മന്റെ ലീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? 47,000 വോട്ടിന്റെ കണ്ട് ലീഡാണ്. ഫ്ലെക്സുകളില്ല, പോസ്റ്ററുകളില്ല, ആർപ്പ് വിളികളില്ല. പക്ഷേ സൈക്കിളിലൂടെയാണ് പുള്ളിക്കാരൻ പ്രചരണം നടത്തിയത്. എന്നിട്ട് ചാണ്ടി ഉമ്മൻ നേടിയെടുത്ത വോട്ട്, എൻ്റെ അമ്മ, ഒരു ഭീകരമായിട്ടുള്ള വോട്ടാണ് നേടിയെടുത്തത്. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാണ് നേടിയെടുത്തത്? ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവും പിന്നെ ചാണ്ടി ഉമ്മൻ ആ ഒരു നാട്ടിൽ നിൽക്കുന്ന രീതിയുണ്ട് ആൾക്കാരുമായിട്ട്. ഇവിടെ അഖിൽമാരാറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തൃക്കാക്കരയായിട്ടൊന്നും അഖിൽമാരാറിന് യാതൊരുവിധ ബന്ധവും ഇല്ല. എനിക്ക് തോന്നുന്നു ഈ തൃക്കാക്കര കാണുന്നത് തന്നെ ഈ ഒരു ഇലക്ഷൻ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തിന്റെ ഉദ്ദേശത്തിലാണ് ഈ ഒരു മനുഷ്യനെ പിടിച്ച് അവിടെ നിർത്തിയത് ഇപ്പോഴും പിടികിട്ടുന്നില്ല. നാടിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന, വരും തലമുറയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ പറ്റുന്ന 2 വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വിദ്യാഭ്യാസം, 2 ആരോഗ്യമാണ്. കാര്യം വിദ്യാഭ്യാസം ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ വിപ്ലവകരമായ മാറ്റം സംഭവിക്കും. ഈ 2 വകുപ്പും എത്രത്തോളം നശിക്കുന്നു അത്രത്തോളം നാടിൻ്റെ ആരോഗ്യം നശിക്കും, അത്രത്തോളം നാടിൻ്റെ കാഴ്ചപ്പാട് നശിക്കും. അതുകൊണ്ട് ഏത് ഭരണാധികാരി വന്നാലും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട 2 വകുപ്പാണ്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇടക്കിടക്ക് പാർട്ടി മാറുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അടുത്തവണ ഈ പാർട്ടിയിലുണ്ടാവും. അല്ല, അത് നിങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഞാൻ 8 വർഷമായിട്ട് ഞങ്ങളുടെ കണ്ടുപിടുത്തമല്ല, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഏതൊക്കെ പാർട്ടികൾ നിലവിൽ മാറിയിട്ടുണ്ട്, ഏതൊക്കെ പാർട്ടികളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇതൊന്നും ഒരിക്കലും ജനങ്ങളാരും ഉണ്ടാക്കി പറയുന്നതൊന്നും അല്ല. ഇതെല്ലാം സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സ്വതന്ത്രനാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് പോകണമെന്നില്ല. നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാണ്. താങ്കൾക്ക് മാധ്യമപ്രവർത്തകൻ ചാടുന്ന എന്തോ അവർക്ക് അവരുടെ ജോലിയാണത്. മനസ്സിലായോ? അവർ വേറെ എവിടെ പോയി കഴിഞ്ഞാലും മാധ്യമം എന്ന് പറയുന്ന ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ അഖിൽ മാരാർ എന്തുവാണ്, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റേ പാർട്ടി പോകുന്നു, പിന്നെ അപ്പുറത്തെ പാർട്ടിയെ കുറ്റം പറയുന്നു, BJP പോലുള്ള വൃത്തികെട്ട പാർട്ടി കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അങ്ങനെയുള്ള വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ മാരാറിൻ്റെ ഒപ്പം തന്നെ നിന്നേക്കുന്ന വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ആൾക്കാരും ഈ BJP പാർട്ടിയെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. BJP പാർട്ടി തന്നെ കുറ്റം പറഞ്ഞിട്ട് ആ പാർട്ടിയിൽ ചെന്ന് മത്സരിക്കാൻ നിൽക്കുമെന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് പാർട്ടിയും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നാടിന് നന്മ ഉണ്ടാക്കാനാണോ അതോ സ്വന്തമായിട്ട് നേട്ടം ഉണ്ടാക്കാനാണോ അങ്ങോട്ട് പാർട്ടിയിലോട്ട് കെട്ടിയെടുക്കുന്നത്? പക്ഷേ അഭിപ്രായമാണ്. അപ്പോൾ താങ്കളുടെ ഇന്ന് രാവിലത്തെ ഒരു അഭിപ്രായമായിരിക്കത്തില്ല താങ്കൾ വൈകിട്ട് പറയുന്നത്. താങ്കളുടെ അഭിപ്രായമല്ല, അതുകൊണ്ടാണ് എൻ്റെ കാര്യം. താങ്കൾ ചിലപ്പോൾ രാവിലെ സംസാരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയം കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ താങ്കളുടെ വായിൽ നിന്ന് കോൺഗ്രസിന് അനുകൂലമായ ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ താങ്കളെ കുറേ കമ്മ്യൂണിസ്റ്റുകാർ ഒന്ന് ചീത്ത വിളിക്കും. ഈവനിങ്ങിൽ താങ്കൾ അത് മാറ്റി ചിലപ്പം BJPക്ക് പറയും, ചിലപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയും. അപ്പോൾ അത് മാറുന്നത് താങ്കളൊരു നിഷ്പക്ഷനായത്. മാരാർ ഇനി എത്ര കടന്ന് വീണെടുത്ത് ഉരുണ്ടിട്ടും കാര്യമില്ല.
കാര്യം നിങ്ങൾക്ക് നിലപാടില്ല എന്നും നിങ്ങൾ ഇതേ കണക്ക് പാർട്ടികൾ ഇങ്ങനെ മാറി കളിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വാക്ക് സ്വാമർത്ഥ്യമുണ്ട്, നാക്കുണ്ട്. നിങ്ങളുടെ നാക്കാണ് നിങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. ആ നാക്ക് തന്നെയായിരിക്കും നിങ്ങളെ ഏറ്റവും താഴെ കുഴിയിലോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. നിങ്ങൾ രമേശ് പിഷാരടിയുടെ റിസൾട്ട് എനിക്കിതിപ്പോൾ നിലവിൽ ഇതുവരെ എന്തോന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആരെങ്കിലും ജയിച്ചോ തോറ്റോ എന്നുള്ള കാര്യം നിങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അനാവശ്യമായിട്ട് പോയി രമേശ് പിഷാരടിക്ക് ചൊറിയാൻ പോയി. രമേശ് പിഷാരടിയുടെ വായിരിക്കുന്നേ കേട്ട് നല്ല കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ? കൊണ്ടും താങ്കൾ ഒരു വ്യക്തിയായിട്ട് സ്വതന്ത്ര പൗരനായിട്ട് നിൽക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യമാണ്. അതേസമയം ഒരു പാർട്ടി ചേർന്നാൽ തനിക്കത് താങ്കൾക്കത് പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനൊരു സ്വതന്ത്ര പൗരനാണ്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല. പല രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിലും ഒരു സെലിബ്രിറ്റിയായി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞതിന് ശേഷം പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ് സത്യം. ഇപ്പോൾ സ്വതന്ത്രനാണ്. സ്വതന്ത്രനല്ല. ഇപ്പം ഒരു മുന്നണിയുടെ ഭാഗമാണ്. ആ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട്. ഞാൻ സ്വതന്ത്രനല്ല. അതുകൊണ്ട് അഭിപ്രായങ്ങൾ സ്വതന്ത്രം തുടർച്ചയായിട്ട് 2020 തന്നെ ഉണ്ടാവും അടുത്ത തവണയും. അത്തരം ചോദ്യങ്ങളെല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ്. അതിന് പോലും പുള്ളിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ നാളെ പിന്നെയും പുള്ളിക്കാരൻ പാർട്ടി മാറിയിരിക്കും. ഇപ്പോൾ തോറ്റു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പുള്ളിക്കാരൻ നൈസായിട്ട് അവിടുന്ന് ചവിട്ടിയിട്ട് വേറെ അടുത്ത് കയറും. ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഒരു നിലപാടില്ല, ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ആൾക്കാർ പിടിച്ച് ട്രോളാതെ പിന്നെ വെറുതെ ഇരിക്കുമോ? പോട്ട്. അല്ലെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ നിങ്ങളെ? എന്തിൻ്റെ അർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യും? പാർട്ടിയെക്കുറിച്ച് ABCD അറിയത്തില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ ഒന്ന് പറയത്തുള്ളൂ. എന്തായാലും അഖിൽമാരാർ തന്നെയാണ് അഖിൽമാരാറിൻ്റെ സ്വന്തം കുഴി തോണ്ടിയത്. ഇത് നമുക്കൊക്കെ ഒരു കോണ്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. എന്തായാലും ഇത്രയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.